ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോഴും നിങ്ങൾ പറയാറുണ്ടല്ലോ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാനായിട്ട്. സാധാരണ ഈ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ നേരം കിട്ടാറില്ല എന്നതാണ് സത്യം. എന്നാലും ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു വൈകുന്നേരം എന്ന് പറയുമ്പോൾ സാധാരണ വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഈ ദിവസങ്ങളിലൊക്കെയാണ് ഈവനിങ്ങിൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ മുറ്റത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പറമ്പിലും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ്, നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു അവധി ദിവസം മാസത്തിലൊരിക്കലാണ് എനിക്ക് ഹസ്ബൻഡിന് ഒരുമിച്ചൊരു അവധി കിട്ടുക. അപ്പോൾ പിന്നെ നാളത്തെ ഒരു ദിവസത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവധിയാണല്ലോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നേരെ പറമ്പിലേക്കൊന്ന് ഇറങ്ങി. അപ്പം ഇച്ചൊന്ന് പറമ്പൊക്കെ ഒന്ന് കിളച്ച് കുറച്ച് വൃത്തിയാക്കുകയാണ്. കാരണം ഞങ്ങൾ കുറച്ച് ഇഞ്ചി തൈകൾ മണ്ണുത്തി ഫാമിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് നടണം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി മണ്ണൊക്കെ ഒന്ന് ശരിയാക്കുന്ന സമയത്ത് ഞാൻ ഈ മുറ്റത്ത് കുറേ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അതൊക്കെ അടുത്തൊരു ശനിയാഴ്ച നടക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് മുളകും അതുപോലെ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ആ മഴയൊക്കെ വരുന്നതിന് മുമ്പ് വേണം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുറ്റത്തുനിന്ന് ഒന്ന് അകത്തേക്ക് കയറാനായിട്ട്. നല്ല നീല കളറുള്ള കാന്താരിയാണ് ഇപ്പം ഈ സൈഡിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നല്ല മഴയൊക്കെ ആയല്ലോ, അപ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളിയെടുക്കുകയാണ്. സാധാരണ ഞാൻ പച്ചമുളക് പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ, നമ്മുടെ പറമ്പിലുള്ളതൊക്കെ ഉപയോഗിക്കും. അല്ലെങ്കിൽ മുളക് പൊടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇവിടെ ഒരു ഒറ്റ കടയുള്ളൂ, വലിയ ഒരു വഴുതനയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ വഴുതനങ്ങ ഇത്ര അധികം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി ചെയ്ത് ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് കുഞ്ഞൻ വഴുതനങ്ങയൊക്കെ ആയപ്പം നിർത്തിയതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വീക്കിൽ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർത്തി കഴിഞ്ഞാൽ വല്ലാണ്ട് മൂത്ത് പോവും. സാധാരണ അത് മൂത്ത് പഴുത്ത് വിത്തൊക്കെ ആയി പോകാറാണ് പതിവ്. അപ്പോൾ നമുക്ക് വഴുതനയുടെ വിത്തൊന്നും അത്രയധികം ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം തന്നെയുണ്ട് കേട്ടോ. ഈ ഒരു വഴുതനങ്ങ നമുക്ക് ഈ മീൻ വറുക്കുന്ന പോലെയൊക്കെ കട്ട് ചെയ്ത് വറുക്കാനായിട്ട് നല്ല ബെസ്റ്റാണ്. കാരണം അതിൻ്റെ തൊലി ഭാഗത്തിന് അല്ലെങ്കിൽ തൊണ്ട് ഭാഗത്തിന് നല്ല കട്ടിയുള്ളത് കാരണം നമുക്ക് നല്ല പീസസായിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ കൂട്ടത്തിൽ 2-3 മുന്തിരി മുളക് ഉണ്ടായിരുന്നു. മുന്തിരിയുടെ ഷേപ്പിലുള്ള മുളകില്ലേ, ചിലരൊക്കെ വീട്ടിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇല്ലാത്തവരോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ മുളകൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് നടക്കുകയാണേ. ഇവിടെ നമുക്ക് അധികം സ്പേസ് ഇല്ല, കാരണം കുറച്ചൊരു ഏരിയ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നാലും നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് വെച്ചിരിക്കണ ഒരു 5 തൈ കവുങ്ങാണ് നമ്മൾ താമസമായപ്പോൾ തന്നെ വെച്ച് കൊടുത്തത്. അതിപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുള്ളത് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കടയിൽ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ മാത്രമല്ല ആ ഒരു സ്പേസിൽ വേറൊന്നും നമുക്ക് മരങ്ങളൊന്നും നടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയി മൈസൂർ ചീരയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേലിച്ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയില്ലേ, ആ ചീരയാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത്. പിന്നെ ഇവിടെ ഒരു തെങ്ങിൻ്റെ കടഭാഗത്ത് സൈഡിലായിട്ട് ചെറിയ ചാക്കുകളിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് കുറച്ച് മുളക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയായപ്പോൾ അതെല്ലാം എന്താ പറയുക, മുളകൊന്നും ഇല്ലാണ്ട് നിൽക്കാം. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുളകൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ വെള്ളമുളകുണ്ട്, നല്ല എരിവുള്ള നെയ്മുളക് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇടാറുള്ളത്, ആ നെയ്മുളകുണ്ട്. ഇതൊന്നും കൂടാണ്ട് കൊണ്ടാട്ടമുളകും ഉണ്ട് കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ നട്ടതാണ്. എന്നാലും കൊണ്ടാട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കൊണ്ടാട്ടമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇടനയിലല്ലേ, നമ്മളിങ്ങനെ ചക്ക കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഇടനയുണ്ട്. പിന്നെ ഒരു സന്തോഷത്തിന് പറമ്പിൽ നിൽക്കുന്ന കാണാൻ വേണ്ടി ഒരു 4 മൂട് ചേന നട്ടിട്ടുണ്ട്. നമുക്കൊരു ഓണമൊക്കെ ആകുമ്പോൾ ഞാൻ ചേന പറിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ പിന്നെ കുറച്ച് പപ്പായ അപ്പുറത്തും ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ സൈഡിൽ 2 പപ്പായയാണ് കായ്ച്ച തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 1-2 പപ്പായയാണ് നിൽക്കണേ കേട്ടോ. അപ്പോഴാണ് ഞാൻ കാണുന്നത് ആ സൈഡിൽ നമ്മുടെ വാഴ കുലച്ച് നിന്നതിൽ ഒരു കായ പഴുത്തിട്ടുണ്ട്. സാധാരണ തത്തമ്മ വന്ന് ഒരു കായ കൊത്തിക്കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുക.
പഴുത്തിട്ട് തന്നെ കൊല വെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വെട്ടി വെച്ച് പഴുപ്പിക്കണേക്കാളും ഒന്ന് പഴുപ്പ് കയറുമ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ച് നിർത്തിപ്പോയതാണ്. പിന്നെ ഒരു കായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി നട്ടുകൊണ്ടിരിക്കുന്ന ഇച്ചുവിനെ വിളിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരോട് കൂടി ആ കായക്കൊല ഒന്ന് വെട്ടട്ടെ. കായക്കൊല വെട്ടാൻ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇച്ചു ഭയങ്കര എക്സ്പേർട്ടാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ കൊറോണ കാലത്തൊക്കെ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നമ്മൾ പറമ്പ് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ വാഴയൊക്കെ ഉണ്ടാവുക. ആ വാഴ കൊലച്ച് കഴിഞ്ഞാൽ ശരിക്കും പറമ്പിലേക്കല്ല നിൽക്കുക, വാഴക്കൊലയൊക്കെ റോഡിലേക്കാണ് നിൽക്കുക. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പറമ്പ് നിൽക്കുക. ആ ഒരു കോർണറിൽ നിൽക്കുന്ന വാഴക്കൊല പോലും ഞങ്ങളുടെ ഈ കൊറോണ കാലത്ത് വെട്ടി വെട്ടി എക്സ്പീരിയൻസ് ഉള്ള കാരണം കറക്റ്റായിട്ട് വേറെ ഒന്നും പോവാതെ കൃത്യമായിട്ട് വാഴക്കൊല വെട്ടിയെടുക്കണമെങ്കിൽ ഇച്ചുവിനെ തന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ പപ്പായുണ്ട്. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാവ് നട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ തൈ പേരയുണ്ട്. പക്ഷെ അതിനൊരു അപകടവും ഇല്ലാണ്ട് ദേ നമ്മൾ വാഴക്കൊലയൊക്കെ വെട്ടി സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക വെള്ളം അകത്ത്, അതുപോലെ കർക്കിടക വെള്ളം അകത്ത് തുലാവെള്ളം പുറത്ത്, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണേ. അപ്പോൾ കർക്കിടകത്തിന് വേണ്ടി തെങ്ങിൻ്റെ കടയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. നമുക്ക് 2 തെങ്ങ് കുറച്ച് വലിപ്പമുള്ളതുണ്ട്, പിന്നെ 2 തൈത്തെങ്ങാണുള്ളത്. അപ്പോൾ അതിൻ്റെ കടഭാഗത്തേക്ക് ഈ വാഴയിലൊക്കെ വെട്ടിയതൊന്ന് മുറിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ തടമൊക്കെ കോരി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഇഞ്ചി നടണം. നല്ല മഴ പെയ്തു. മഴക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴയായി. ഇനി ആ മഴ പെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇഞ്ചി നടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ വിളവെടുത്ത സംഭവങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടുണ്ടാക്കിയത് വിളവെടുക്കുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു, അതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, വന്നപ്പോൾ തന്നെ നേരെ അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇനിയൊരു ചായയൊക്കെ വെച്ച് കുടിക്കട്ടെ. സാധാരണ ഈവനിങ്ങിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട്. പിന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയത് കാരണം പറമ്പെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ. വീടിൻ്റെ ചുറ്റും നിങ്ങളാ കാണുന്ന അത്രയും സ്ഥലം തന്നെയുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടാക്കാത്ത കാരണം കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് എന്നാൽ പിന്നെ പുറത്ത് മഴ പെയ്യല്ലേ, ഫ്രണ്ടിൽ പോയിരുന്ന് വെച്ച് ചായ കുടിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. സാധാരണ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ 2 പേരും അതുപോലെ മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് അലക്കൽ, അടിച്ചു വാരൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും വന്നിരിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. ഞാൻ ചായ വയ്ക്കാൻ പോയ സമയത്ത് നമ്മുടെ തടത്തിൽ ഒരു വരി ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇതുപോലെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കണേ. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിക്കട്ടെ. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും പറമ്പിൽ 2 പേരോട് ഒരുമിച്ച് ഞങ്ങളുടെ ഇഞ്ചി നടലും പിന്നെ കുറച്ച് ചീരത്തൈ നടലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു Q&A ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്